Hi students, in this class we will be dealing with the second chapter of first module. It includes the portions collection, classification, tabulation and presentation of data. First of all, let us see what is meant by collection of data. In any statistical work, the first step is to obtain data. The data constitute the foundation of statistical analysis and interpretation. ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്കിലെയും ആദ്യത്തെ സ്റ്റെപ്പാണ് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഡേറ്റ കളക്ട് ചെയ്തെങ്കിലും മാത്രമേ നമുക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ക്യാൻ ബി ഐദർ പ്രൈമറി ഓർ സെക്കൻഡറി. രണ്ട് ടൈപ്പിലാണ് ഡേറ്റ ഉള്ളത്, പ്രൈമറി ഡേറ്റ അല്ലെങ്കിൽ സെക്കൻഡറി ഡേറ്റ. ഫസ്റ്റ് വൺ ഇസ് primary data. Primary data are those data which are collected for the first time and are original in character. Primary data എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ്. നമ്മുടെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ നേരിട്ട് ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഡേറ്റ. അത് ഒറിജിനൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു റോ മെറ്റീരിയൽ പോലെയാണ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ എന്ന രീതിയിൽ നമുക്ക് പ്രൈമറി ഡേറ്റയെ കൺസിഡർ ചെയ്യാൻ പറ്റും. ദേ ആർ ഇൻ ദ നേച്ചർ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം വിച്ച് ദ ഇൻവെസ്റ്റിഗേറ്റർ ഡ്രോസ് കൺക്ലൂഷൻസ് ബൈ അപ്ലൈയിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഫോർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡേറ്റ ഈസ് സെക്കൻഡറി ഡേറ്റ. അതെന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ടൈപ്പാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡേറ്റ ആർ ദോസ് ഡേറ്റ വിച്ച് ഹാവ് ഓൾറെഡി ബീൻ കളക്റ്റഡ് ബൈ സം അതർ പേഴ്സൺസ് ആൻഡ് ഹാവ് ഓൾറെഡി പാസ്ഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷീൻ അറ്റ് ലീസ്റ്റ് വൺസ്. സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് വേറെ ഒരാൾ ഓൾറെഡി കളക്ട് ചെയ്ത ഡേറ്റയാണ്. ഓക്കെ, അപ്പോൾ ആരോ കളക്ട് ചെയ്തൊരു ഡേറ്റ നമ്മൾ വീണ്ടും ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടി എടുക്കുന്നു. അങ്ങനത്തെ ഡേറ്റയെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഡേറ്റ. ദെൻ ദേ ആർ ഇൻ ദ നേച്ചർ ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആസ് ദേ ഹാവ് ഓൾറെഡി പാസ് ത്രൂ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷീൻ. നമുക്കൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പോലെ കൺസിഡർ ചെയ്യാം സെക്കൻഡറി ഡേറ്റയെ, ബിക്കോസ് അത് കുറേ സ്റ്റെപ്പുകൾ വഴി പാസ് ചെയ്ത് വന്നതാണ്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ക്ലാസ്സിലെ കുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ പേര്, വയസ്സ്, അഡ്രസ്സ്, വരുന്ന സ്ഥലം, പേരൻസിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാം നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അത് ഒരു ഡേറ്റയാക്കി മാറ്റി ഒരു എക്സൽ ഷീറ്റിൽ ടൈപ്പ് ചെയ്ത് സിസ്റ്റത്തിൽ, നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സിസ്റ്റത്തിൽ സേവ് ചെയ്യുവാന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനെ നമുക്ക് പ്രൈമറി ഡേറ്റ ആയിട്ട് കാണാം. കാര്യം ക്ലാസ് ടീച്ചർ സ്വയം ആദ്യമായിട്ട് കളക്ട് ചെയ്ത് എടുത്ത ഡേറ്റ ആയതുകൊണ്ട് തന്നെ അതെന്താണ്, പ്രൈമറി ഡേറ്റയാണ്. ഇനി ഈ പറഞ്ഞ പ്രൈമറി ഡേറ്റ, അതായത് ക്ലാസ് ടീച്ചർ കളക്ട് ചെയ്ത ഡേറ്റ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചേക്കുമല്ലേ, അത് നിങ്ങളുടെ ഒരു സബ്ജക്റ്റ് ടീച്ചർ എടുത്തു എന്ന് വിചാരിക്കുക. സബ്ജക്റ്റ് ടീച്ചർ നിങ്ങളുടെ ഡേറ്റ വന്ന് നേരിട്ട് കളക്ട് ചെയ്യുമല്ലോ, പകരം എന്താ ചെയ്യുക, ക്ലാസ് ടീച്ചർ കളക്ട് ചെയ്തത് കമ്പ്യൂട്ടറിൽ നിന്നും കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് സെക്കൻഡറി ഡേറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഒരാൾ ആദ്യമായിട്ട് സ്വയം കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ. അതെവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ട് മറ്റൊരാൾ അതെടുത്താൽ അതെന്തായി മാറും, സെക്കൻഡറി ഡേറ്റ ആയിട്ട് മാറും. But in certain cases, the data which is treated as secondary may become primary in another place or for another purpose. അതായത് ചില കേസിൽ നമ്മൾ സെക്കൻഡറി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സംഭവം വേറൊരു കാര്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ പ്രൈമറി ആയി മാറും. ഒരു എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു റബ്ബർ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. റബ്ബർ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ പ്രൈമറി ആണല്ലോ, അല്ലേ? അപ്പോൾ അവിടുത്തെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, ആ റോ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്തുവാ, റബ്ബർ. അപ്പോൾ റബ്ബർ സെക്കൻഡറി ആണ്. റോ മെറ്റീരിയൽ പ്രൈമറിയും റബ്ബർ സെക്കൻഡറിയുമാണ്. ഇനി ഇതേ റബ്ബർ ഒരു ടയർ ഉണ്ടാക്കുന്ന വേറൊരു കമ്പനിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? ടയർ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, റബ്ബർ വേണം. അപ്പോൾ ടയർ ഉണ്ടാക്കാൻ വേണ്ടി പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, റബ്ബറാണ്.
അപ്പോൾ ഇവിടുത്തെ ഈ രണ്ടാമത്തെ കേസിൽ റബ്ബർ എന്ന് പറയുന്നത് പ്രൈമറി ആയിരിക്കും, അവിടുത്തെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ടയർ ആയിരിക്കും സെക്കൻഡറി. അതായത് ആദ്യം പറഞ്ഞ ഇൻഡസ്ട്രി, റബ്ബർ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിലെ സെക്കൻഡറി പ്രോഡക്റ്റ് ആയിട്ടുള്ള റബ്ബർ ടയർ ഉണ്ടാക്കുന്ന കമ്പനിയിൽ വന്നപ്പോൾ എന്തു പറ്റി? പ്രൈമറി ആയിട്ട് മാറി. ഇതുപോലെ തന്നെ ഡേറ്റയും ചില സമയത്ത് സെക്കൻഡറി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഡേറ്റ വേറെ ചില കേസിൽ നമുക്ക് പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, നൗ ലെറ്റ് us look into the difference between primary and secondary data. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. നമുക്ക് പലപ്പോഴും 2 മാർക്സിനും 4 മാർക്സിനും ഒക്കെ വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നോക്കുക, ഒരു 7 പോയിൻറ്റ്സാണുള്ളത്. അതിൽ ആദ്യത്തത് മീനിങ്. പ്രൈമറി ഡേറ്റയുടെയും സെക്കൻഡറി ഡേറ്റയുടെയും മീനിങ് തമ്മിലുള്ള വ്യത്യാസമാണ് ആദ്യം കൊടുത്തേക്കുന്നത്. പ്രൈമറി ഡേറ്റ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ ഡേറ്റ വിച്ച് ഇസ് കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതേസമയം സെക്കൻഡറി ഡേറ്റയോ, ഇറ്റ് ഈസ് ദോസ് ഡേറ്റ വിച്ച് ഹാവ് ബീൻ കളക്റ്റഡ് ഓൾറെഡി ബൈ സം അതർ പേഴ്സൺസ്. ഓൾറെഡി ആരോ കളക്ട് ചെയ്തൊരു ഡേറ്റയാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യത്യാസം, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നേച്ചർ. നേച്ചർ നോക്കാനാണെങ്കിൽ പ്രൈമറി ഡേറ്റ ഒരു റോ മെറ്റീരിയൽസിൻ്റെ നേച്ചറാണ്. അതേസമയം സെക്കൻഡറി ഡേറ്റയോ ഫിനിഷ്ഡ് പ്രോഡക്ട്സിൻ്റെ നേച്ചറാണ്. മൂന്നാമത്തെ വ്യത്യാസം, കൺവേർഷൻ. പ്രൈമറി ഡേറ്റ ആഫ്റ്റർ യൂസ് ബിക്കംസ് സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായി മാറും? സെക്കൻഡറി ഡേറ്റ ആയിട്ട് മാറും. അതേസമയം സെക്കൻഡറി ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ച് പ്രൈമറി ഡേറ്റയാക്കി മാറ്റാൻ പറ്റില്ല. ആഫ്റ്റർ ഇറ്റ്സ് യൂസ് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ നാലാമത്തത് ചേഞ്ച് ഇൻ ഷേപ്പ്. പ്രൈമറി ഡേറ്റ നോക്കാനാണെങ്കിൽ ഇറ്റ് ഗോസ് ത്രൂ ഫർദർ അനാലിസിസ് ആൻഡ് ചേഞ്ചസ് ഇറ്റ്സ് ഷേപ്പ് ഇൻ ദ കോഴ്സ് ഓഫ് ഇറ്റ്സ് യൂസ്. ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച് ആ ഒരു ഡേറ്റയുടെ ഷേപ്പ് തന്നെ മൊത്തത്തിൽ മാറും. അതേസമയം സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഷേപ്പ്. ഒരാൾ കണ്ടുപിടിച്ച ഡേറ്റ അതുപോലെ യൂസ് ചെയ്യുവാണ്. അതുകൊണ്ട് ആ ഡേറ്റയ്ക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കില്ല, ഷേപ്പിന് മാറ്റമൊന്നും പറ്റില്ല. അഞ്ചാമത്തെ ഡിഫറൻസ്, കോസ്റ്റ് ഇൻവോൾവ്. പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് പൊതുവെ അല്പം കോസ്റ്റ്ലി ആണ്, ബിക്കോസ് ഇറ്റ് റിക്വയർസ് മോർ മണി ആസ് വെൽ ആസ് ടൈം ഫോർ ഇറ്റ്സ് കളക്ഷൻ ആൻഡ് അനാലിസിസ്. എന്നാൽ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ കുറച്ച് പൈസ യൂസ് ചെയ്ത് തന്നെ പെട്ടെന്ന് നമുക്ക് സെക്കൻഡറി ഡേറ്റ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില്ലേ, മറ്റേ ക്ലാസ് ടീച്ചർ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഓരോ കുട്ടികളുടെ ഡേറ്റ ക്ലാസ് ടീച്ചർ കളക്ട് ചെയ്ത് എൻട്രി ചെയ്യണമെങ്കിൽ എന്തോരം സമയം എടുക്കും. പക്ഷേ ആ ടീച്ചർ സിസ്റ്റത്തിൽ സേവ് ചെയ്തൊരു ഫയൽ ഒരു സബ്ജക്റ്റ് ടീച്ചറിന് എടുക്കാൻ അത്ര പാടുണ്ടോ? ജസ്റ്റ് ഒന്ന് സിസ്റ്റത്തിൽ ചെന്നൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അത് വലിയ സമയമോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടുതൽ, അതുപോലെ ടൈം കൂടുതൽ പ്രൈമറി ഡേറ്റയ്ക്കായിരിക്കും. കോസ്റ്റ് കുറവും ടൈം കുറവും ഉള്ളത് സെക്കൻഡറി ഡേറ്റയ്ക്കായിരിക്കും. ദെൻ ആറാമത്തെ വ്യത്യാസം, പ്രിക്കോഷൻ. പ്രൈമറി ഡേറ്റയെ സംബന്ധിച്ച് നോക്കാനാണെങ്കിൽ കൂടുതൽ പ്രിക്വേഷൻ ആവശ്യമാണ് ഡേറ്റ കളക്ഷൻ്റെ ടൈമിൽ. അല്ലെങ്കിൽ നമ്മുടെ അക്യുറസിയൊക്കെ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, ടൈം കൂടാൻ ചാൻസ് ഉണ്ട്. അതേസമയം സെക്കൻഡറി ഡേറ്റയ്ക്ക് വലിയ പ്രിക്കോഷനൊന്നും വേണ്ട, ഓൾറെഡി നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ്, അതങ്ങെടുത്ത് യൂസ് ചെയ്താൽ മതി. ദെൻ ലാസ്റ്റ് കാറ്റഗറി, മെത്തേഡ്സ് യൂസ്ഡ്. പ്രൈമറി ഡേറ്റയ്ക്ക് നമ്മൾ കളക്ട് ചെയ്യാൻ പല മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എക്സെട്ര. അതേസമയം സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് കോപ്പീഡ് ഫ്രം സം പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് പേപ്പേഴ്സ്. പബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ അൺപബ്ലിഷ് ചെയ്ത പേപ്പേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സിൽ നിന്നോ മാഗസീനിൽ നിന്നോ ഒക്കെ കോപ്പി അടിക്കുന്ന ഡേറ്റാസാണ് സെക്കൻഡറി ഡേറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഡേറ്റ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ, അങ്ങനത്തെ ഡേറ്റാസാണ് സെക്കൻഡറി ഡേറ്റ. അപ്പം അത് കളക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് മെത്തേഡൊന്നും ആവശ്യമില്ല. ഇത്രയുമാണ് പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്. അതിൽ ആ ഹെഡിങ്സ് ബൈ ഹാർട്ട് ചെയ്യുക, ബാക്കി മീനിങ് മനസ്സിലാക്കി പഠിക്കുക നിങ്ങൾ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് മെത്തേഡ്സ് ഫോർ ഡേറ്റ കളക്ഷൻ. രണ്ട് ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡും അതുപോലെ തന്നെ സെക്കൻഡറി ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡും. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us see
വിച്ച് ഓൾ ആർ ദ മെത്തേഡ്സ് ജനറലി യൂസ് ടു കളക്ട് പ്രൈമറി ഡേറ്റ? മെയിനായിട്ട് 5 മെത്തേഡ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തേത് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, ദെൻ ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, മെയിൽഡ് ക്വസ്റ്റ്യനെയേഴ്സ്, ഷെഡ്യൂൾസ് സെൻഡ് ത്രൂ എന്യൂമറേറ്റേഴ്സ്, ലോക്കൽ കറസ്പോണ്ടൻസ്. ഇങ്ങനെ 5 എണ്ണമാണ് ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ്. അതിൽ ഓരോന്നും നമുക്ക് നോക്കാം എലോങ് വിത്ത് ദെയർ മെറിറ്റ്സ് ആസ് വെൽ as demerits. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്റർ ആരാണോ, ഇൻവെസ്റ്റിഗേറ്റർ എന്ന് വെച്ചാൽ ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത് ആരാണോ ആ പേഴ്സൺ തന്നെ നേരിട്ട് സ്പോട്ടിൽ ചെല്ലും. എന്നിട്ട് ഡേറ്റ ഇൻ്റർവ്യൂ വഴി ഇൻഫോർമൻസിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്നു. ഒന്നെങ്കിൽ ഇൻ്റർവ്യൂ വഴി, അതല്ലെങ്കിൽ ഒബ്സർവേഷൻ വഴി. ഇവിടുത്തെ പ്രത്യേകത ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണോ ആ സ്ഥലത്ത് നേരിട്ട് ചെന്നിട്ടായിരിക്കും ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രളയത്തിൻ്റെ ഡേറ്റയാണ്, നമ്മൾ ഫ്ലഡിൻ്റെയൊക്കെ ഡേറ്റ കളക്ട് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസിൽ ചെന്ന് അവിടെ അഫക്റ്റ് ചെയ്ത വീടുകളിൽ കയറി ഇറങ്ങി ആ ഡേറ്റ കളക്ട് ചെയ്യും. അങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനത്തെ കളക്ഷൻ മെത്തേഡാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് ബി പൊളൈറ്റ്, tactful, intelligent and has a power of close observation. ഇവിടെ ഇൻവെസ്റ്റിഗേറ്ററിന് കുറച്ച് ഗുണങ്ങളൊക്കെ വേണം. പൊളൈറ്റ് ആയിരിക്കണം, ചാടി കടിച്ചുകൊണ്ട് ചെന്ന് ആരോടും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ടാക്ട്ഫുൾ ആയിരിക്കണം. ടാക്ട്ഫുൾ എന്ന് വെച്ചാൽ കുറച്ച് തന്ത്രപരമായിട്ടൊക്കെ പെരുമാറാൻ പറ്റണം. ഇൻ്റലിജൻ്റ് ആയിരിക്കണം, ആസ് വെൽ as നല്ല ഒബ്സർവേഷൻ പവേഴ്സ് ഉണ്ടായിരിക്കണം. സംസാരിക്കുന്നതിൽ നിന്ന് മാത്രമല്ല, നേരിട്ട് കണ്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കുറേ ഒബ്സർവ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കൂടെ മനസ്സിലാക്കാൻ, അത് കളക്ട് ചെയ്യാൻ സാധിക്കണം. Generally, this method is applicable when the field of enquiry is small and greater accuracy is required. നമ്മൾ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻക്വയറി ചെയ്യുന്ന ആ ഏരിയ സ്മോളാണ്, ചെറുതാണെങ്കിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുക. അതല്ലാണ്ട് ഇന്ത്യ മൊത്തം നടത്തുന്ന സർവേ ആണെങ്കിൽ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും പോസിബിൾ അല്ല. പകരം ചെറിയൊരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലത്താണ് നമ്മൾ എൻക്വയറി ചെയ്യുന്നതെങ്കിൽ ദിസ് വിൽ ബി യൂസ്ഫുൾ ആസ് വെൽ ആസ് മോസ്റ്റ് ആക്യുറസി ഉണ്ടായിരിക്കും. മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം. ആദ്യത്തേത് മെറിറ്റ്സ്. ഫസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ അക്യുറേറ്റ് ആൻഡ് റിലയബിൾ. നേരിട്ട് തന്നെ നമ്മൾ ചെന്ന് കളക്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് റിലയബിൾ ആയിരിക്കും, വിശ്വസിക്കാൻ പറ്റും. അതുപോലെ നല്ല അക്യുറസി ഉണ്ടായിരിക്കും, അക്യുറേറ്റ് ആയിരിക്കും, കൃത്യത ഉണ്ടായിരിക്കും. രണ്ടാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് റെസ്പോൺസ് ആൻഡ് കോപ്പറേഷൻ ഫ്രം ദ ഇൻഫോർമൻസ് ആർ മോർ ആസ് ദ ഇൻവെസ്റ്റിഗേറ്റർ പേഴ്സണലി അപ്രോച്ചസ് ദം. നമ്മൾ നേരിട്ട് ചെന്ന് ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫോൺ വഴിയോ അല്ലെങ്കിൽ ഒരു കത്തയച്ചോ ഒക്കെയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ റെസ്പോൺസ് നേരിട്ട് ചെന്ന് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. മൂന്നാമത്തേത് the interviewer establishes a personal contact and can twist the questions keeping in mind the reaction of the informants. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യനറിയിൽ നിന്നും ചെറിയ വ്യത്യാസമൊക്കെ വരുത്തി ആ ഇൻഫോർമൻസിൽ നിന്നും നമുക്ക് പെട്ടെന്ന് പുതിയ രീതിയിലുള്ള ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യൻസൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാനും അങ്ങനെ ഡേറ്റ എക്സ്ട്രാ ആയിട്ട് കളക്ട് ചെയ്യാനും ഒക്കെ പറ്റും. നെക്സ്റ്റ് വൺ, the language of the question can be adjusted according to the educational level of the informant. ഇപ്പം നമ്മൾ പോയി ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അല്ലെങ്കിൽ സർവേ ചെയ്യുന്ന ആൾക്കാർ ഒട്ടും ലിറ്ററസി ഇല്ല, ഇംഗ്ലീഷൊന്നും ഒട്ടും അറിയില്ല, അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള വേർഡ്സ് ഒന്നും അറിയാത്തവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അതേസമയം കുറച്ച് നല്ല സ്റ്റാൻഡേർഡുള്ള ആൾക്കാരാണ്, കുറച്ച് എഡ്യൂക്കേഷൻ കൂടിയ ആൾക്കാരാണെങ്കിലോ അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അപ്പോൾ ലാംഗ്വേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് അഞ്ചാമത്തെ മെറിറ്റ്, ഫിഫ്ത്ത് മെറിറ്റ് ഇസ് the data can be collected quickly and promptly even through telephones.
ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ തന്നെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നേരിട്ട് ചെല്ലുന്നതിനേക്കാളും നേരിട്ട് ഫോൺ വഴിയും നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അതും ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷനാണ്. ഇത്രയാണ് ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡിമെറിറ്റ്സ് നോക്കാം. ഒന്നാമത്തെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് there is chance for personal bias and prejudice on the part of the investigator and this may lead to disastrous results. ഇപ്പോൾ എന്തെങ്കിലും മുൻവിധികളോടെ അല്ലെങ്കിൽ മുൻധാരണകളോടെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെല്ലുന്നത് അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യാൻ ചെല്ലുന്നതെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ഒരു ആക്യുറസി കിട്ടത്തില്ല. നമ്മൾ ഇന്ന രീതിയിൽ തന്നെ അവർ റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഡേറ്റ ആയിരിക്കും ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് കിട്ടുന്നത്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അവിടെ ചെന്ന് കളക്ട് ചെയ്യുമ്പോൾ എന്ത് ഡേറ്റ കിട്ടുന്നോ അത് അതുപോലെ തന്നെ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തത്, ദിസ് മെത്തേഡ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എക്സ്റ്റെൻസീവ് ഇൻവെസ്റ്റിഗേഷൻ particularly where the field of enquiry is vast and wide. ഒത്തിരി വലിയ ഏരിയയിൽ അല്ലെങ്കിൽ വൈഡായിട്ടുള്ള ഏരിയയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് വിൽ ബി മോർ ടൈം കൺസ്യൂമിങ് ആസ് വെൽ ആസ് കോസ്റ്റ്ലി. ദ നെക്സ്റ്റ് ഡിമെറിറ്റ് ഇസ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ് മെത്തേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ് അത്. ദെൻ ഫോർത്ത് വൺ, the success of the method depends mainly on the personality involving skill, intelligence, tact, diplomacy, etc. ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആൾക്ക് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും ഉള്ള സ്കില്ലില്ല, കഴിവില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒട്ടും യൂസ്ഫുൾ ആയിരിക്കത്തില്ല. അഞ്ചാമത്തത്, the interviewers have to be thoroughly trained and supervised. If not, the result obtained would be misleading. ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആൾക്കാർ നല്ല രീതിയിൽ ട്രെയിനിങ്ങും സൂപ്പർവിഷനും ഒക്കെ കൊടുത്തവരായിരിക്കണം. അതല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഡേറ്റയ്ക്ക് ഒരു പക്ഷേ ആക്യുറസി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിന് യൂസ് ചെയ്യാൻ പറ്റില്ല, മിസ്ലീഡിങ് ആകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ഡിമെറിറ്റ് ഇസ് ഔട്ട് ഓഫ് ഫിയർ ആൻഡ് ഷെയിം ദ ഇൻഫോർമൻസ് മേ ബി reluctant to give the required information. ചില സമയത്ത് പേടി കാരണം അല്ലെങ്കിൽ നാണക്കേട് കാരണമൊക്കെ ചില ഇൻഫർമേഷൻസ് ചില ആൾക്കാർ കൊടുക്കത്തില്ല. നേരിട്ട് വന്ന് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ജോലിയുണ്ടോ, എത്രയുണ്ട് വരുമാനം എന്നൊക്കെ ചോദിക്കുമ്പം അയ്യോ എനിക്ക് ജോലിയില്ലെന്ന് എങ്ങനെ പറയും, എൻ്റെ വരുമാനം ഇത്രയും കുറവാണല്ലോ അത് ഞാൻ എങ്ങനെ പറയും എന്നൊക്കെ വിചാരിച്ച് ഒരു പക്ഷേ തെറ്റായ ഇൻഫോർമൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇത്രയുമാണ് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ മെത്തേഡ്, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ നമ്മൾ ഇൻഡയറക്റ്റ് സോഴ്സസ് യൂസ് ചെയ്താണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ദ ഇൻവെസ്റ്റിഗേറ്റർ കളക്ട്സ് ദ ഡേറ്റ ഇൻഡയറക്ട്ലി ബൈ ഇൻ്റർവ്യൂയിങ് ദ തേർഡ് പേഴ്സൺസ് ഓർ വിറ്റ്നസ് ഹു ആർ സപ്പോസ് ടു ബി ഇൻ ക്ലോസ് ടച്ച് വിത്ത് ദ ഒറിജിനൽ ഇൻഫോർമൻസ് ഓർ ഇൻസിഡൻസ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളവരല്ല, മൂന്നാമത്തെ ഒരാൾ അല്ലെങ്കിൽ മൂന്നാമൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരിടത്തൊരു ആക്സിഡൻറ്റ് നടന്നു, ഒരാൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആളോട് നമുക്ക് എന്തു പറ്റിയെന്നൊക്കെ തിരക്കാൻ പറ്റുമോ, എങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായി, എന്താ പറ്റിയെന്ന് പറ്റില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, അത് കണ്ടു നിന്ന ഒരാളുണ്ടായിരിക്കും, ഒരു വിറ്റ്നസ് ഉണ്ടായിരിക്കും, ദൃക്സാക്ഷി. ആ ആളോട് നമ്മൾ അതേപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കും. ഈ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ ഡേറ്റ കളക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് ജനറലി യൂസ്ഡ് ഇൻ ദോസ് കേസസ് വെയർ ദ ഇൻഫർമേഷൻ ടു ബി ഒബ്റ്റെയിൻഡ് ഈസ് ഓഫ് എ കോംപ്ലെക്സ് നേച്ചർ, ദ ഏരിയ ടു ബി കവേർഡ് ഇസ് വാസ്റ്റ്, or the informants are reluctant to part with the desired information, or the incidents concerned is not accessible. ഈ ഒരു മെത്തേഡ് പൊതുവെ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇച്ചിരി കോംപ്ലെക്സ് നേച്ചറുള്ള സംഭവമാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുറച്ചധികം വൈഡ് ഏരിയ ഉണ്ട്, വാസ്റ്റ് ഏരിയ നോക്കണം. അതല്ലെങ്കിൽ ഇൻഫോർമൻസ് ശരിക്കും ഡയറക്റ്റ് ഡേറ്റ തരേണ്ട ആൾക്കാർ അത് തരാൻ സമ്മതിക്കുന്നില്ല, അതേപ്പറ്റി പറയാൻ വിസമ്മതിക്കുന്നു. അതുമല്ലെങ്കിൽ നമുക്ക് ഒട്ടും ആക്സസിബിൾ അല്ലാത്ത കുറച്ച് ഇൻസിഡൻസ്, ഈ ആക്സിഡൻ്റ് ഒക്കെ പറഞ്ഞ പോലെ, ഇങ്ങനെയുള്ള കേസുകളിലാണ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ യൂസ് ചെയ്യുന്നത്.
പൊതുവെ എൻക്വയറി കമ്മിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന കുറേ കമ്മീഷൻസ്, സെമി ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ മെത്തേഡാണ്. CBI ഒക്കെ ഇല്ലേ, അവരൊക്കെ കേസ് അന്വേഷിക്കാൻ നേരത്തെ ദൃക്സാക്ഷികളെ ചോദ്യം ചെയ്യുമല്ലോ, അങ്ങനെ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഡേറ്റ കളക്ഷൻ മെത്തേഡാണ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഇതിൻ്റെ മെറിറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് നീഡ്സ് ലെസ് ടൈം ആൻഡ് ഇസ് ലെസ് എക്സ്പെൻസീവ്. പൊതുവെ സമയം കുറവ് മതി, എക്സ്പെൻസും കുറവാണ്. രണ്ടാമത്തെ മെറിറ്റ്, ദ prejudices of the original informants are eliminated as the information are collected from the third parties. ഒരു മുൻവിധി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല. കാര്യം നേരിട്ട് സ്വന്തം കാര്യമല്ല പറയുന്നത്, മറ്റൊരാളുടെ ഒരു കാര്യം നമ്മൾ കണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയ വേറൊരാളുടെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. മൂന്നാമത്തത്, ഇറ്റ് മേക്സ് പോസിബിൾ ഫോർ ഗെറ്റിംഗ് ദ എക്സ്പേർട്ട് വ്യൂസ് ആൻഡ് സജഷൻസ് ഓഫ് ദ സ്പെഷ്യലിസ്റ്റ് ഇൻ കണ്ടക്ട് ഓഫ് എൻക്വയറി എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. നൗ ദ ഡീമെറിറ്റ്സ് ഓഫ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. 3 ഡീമെറിറ്റ്സ് ആണ് പൊതുവേ ഉള്ളത്. ഒന്നാമത്തത്, ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ഫ്രം ദ തേർഡ് പാർട്ടീസ് മേ നോട്ട് ബി റിലയബിൾ ബിക്കോസ് അറ്റ് ടൈംസ് ദേ പ്രസൻറ്റ് ഇൻഫർമേഷൻ ബൈ ആഡിങ് കളേഴ്സ് ടു ഇറ്റ്. ഒരു പക്ഷേ തേർഡ് പാർട്ടീസ് പറയുന്ന ഇൻഫർമേഷൻ കണ്ണു അടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എന്തെങ്കിലുമൊക്കെ കുറച്ച് പൊടിപ്പും തങ്ങലും ഒക്കെ കയറ്റി കുറച്ചുകൂടെ കളർഫുള്ളാക്കിയായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ ഒറിജിനലായിട്ടുള്ള ആ ഒരു ഡേറ്റ കിട്ടണമെന്നില്ല, ഒരു ഇച്ചിരി എക്സാജുറേറ്റഡ് ഡേറ്റയൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തത്, എ റോങ് ആൻഡ് ഇംപ്രോപ്പർ ചോയ്സ് ഓഫ് ദ വിറ്റ്നസ് വിറ്റിയേറ്റ് ദ റിസൾട്ട് ഓഫ് ദ എൻക്വയറി. നമ്മൾ സെലക്ട് ചെയ്യുന്ന വിറ്റ്നസ് അല്ലെങ്കിൽ ദൃക്സാക്ഷി കറക്റ്റായിട്ടുള്ള പേഴ്സൺ അല്ല, കള്ളം പറയുവാണ്, പുള്ളി ശരിക്കും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ മൊത്തം തെറ്റായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തേത്, ദർ ഇസ് ചാൻസ് ഫോർ ഇൻഫ്ലുവൻസിങ് ദ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ബൈ ബ്രൈബറി ഓർ അൺഡ്യൂ റിക്വസ്റ്റ്. ഒരു പക്ഷേ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ കൈക്കൂലി കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അപേക്ഷയൊക്കെ പറഞ്ഞോ ഒക്കെ കയ്യിലെടുക്കാനുള്ള സാധ്യതയും ഈ ഒരു മെത്തേഡിൽ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡീമെറിറ്റ്സ്. The next method of primary data collection is mailed questionnaire method. ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. ഇൻവെസ്റ്റിഗേറ്റർ ആയിരിക്കും അത് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റർ ഇൻഫോമൻസിന് ഈ പറഞ്ഞ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് വഴിയോ മെയിൽ വഴിയോ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കും. A self-addressed envelope and a covering letter requesting to furnish the necessary information are also sent to the informants along with the questionnaire. ഈ ക്വസ്റ്റ്യനർ അയക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സെൽഫ് അഡ്രസ്സ് ചെയ്ത എൻവലപ്പും ഒരു കവറിങ് ലെറ്ററിൻ്റെ അകത്ത് നമ്മൾ ഇന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന ഡേറ്റ കളക്ട് ചെയ്യുവാണ്, ദയവ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് തരണം എന്ന രീതിയിൽ ഒരു റിക്വസ്റ്റ് കൂടെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കവറിങ് ലെറ്റർ കൂടെ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന കത്ത് ആരെക്കൊണ്ടാണോ ഫില്ല് ചെയ്ത് കിട്ടേണ്ടത് ആ വ്യക്തികൾക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ മെത്തേഡ് കൂടുതലും യൂസ് ചെയ്യുന്നത് ലിറ്ററേറ്റ് ആയിട്ടുള്ള ഇൻഫോമൻസിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴാണ്. കാര്യം അവർക്ക് സ്വയം ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് വായിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് റിപ്ലൈ തരാനും ഒക്കെ സാധിക്കണമല്ലോ. അപ്പോൾ ലിറ്ററസി ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് മെയിൽഡ് ക്വസ്റ്റ്യനർ മെത്തേഡ് പൊതുവേ കൊടുക്കാറുള്ളത്. ഇതിന് മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. First of all, let us look into the merits of mailed questionnaire method. ഒന്നാമത്തത്, ഇറ്റ് ക്യാൻ ബി ഈസിലി അഡോപ്റ്റഡ്. പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, വൈഡർ ഏരിയയിലോട്ട് പോലും ചെയ്യാൻ പറ്റും. കാര്യം മെയിൽ അയച്ചാൽ മതിയല്ലോ, കുറേ ഏരിയയിലോട്ട് ആ ഒരു അഡ്രസ്സിലോട്ട് മെയിൽ അയച്ചാൽ മതി, നേരിട്ട് പോയി കളക്ട് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഓൾസോ മോസ്റ്റ് എക്കണോമിക്കൽ മെത്തേഡ്. ഇറ്റ് സേവ്സ് ടൈം ആൻഡ് മണി. നേരിട്ട് പോകണ്ട, അതുകൊണ്ട് സമയലാഭമുണ്ട്, പൈസ ചിലവും കുറവാണ്. കാര്യം പോസ്റ്റ് അയക്കുക എന്ന് വെച്ചാൽ അധികം ചിലവുള്ള കേസല്ല, നമ്മൾ നേരിട്ട് അവിടെ ചെന്ന് കളക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ പൈസ ലാഭിക്കാൻ പറ്റും. സോ എക്കണോമിക്കൽ മെത്തേഡാണ്. തേർഡ് വൺ, ഇഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ഈസ് പ്രോപ്പർലി കണ്ടക്റ്റഡ് ദിസ് മെത്തേഡ് എൻഷുവേഴ്സ് എ റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി. പ്രോപ്പറായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നല്ല അക്യുറസി ഉള്ള ഡേറ്റ തന്നെ നമുക്ക് ലഭിക്കും. നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് ഈസ് മോർ ഒതൻറ്റിക് ആസ് ഇറ്റ് ഇസ് ഒറിജിനൽ. ഇത് ഒറിജിനൽ ഡേറ്റ ആയതുകൊണ്ട് തന്നെ ഒതൻറ്റിസിറ്റി കൂടുതലാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദർ ഇസ് നോ ചാൻസ് ഫോർ പേഴ്സണൽ ബയാസ് ആൻഡ് പ്രെജുഡിസ് ഓൺ ദ പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്.
ബിക്കോസ് ദ ആൻസേഴ്സ് ആർ ഗിവൺ ഡയറക്ട്ലി ബൈ ദ റെസ്പോണ്ടൻസ് നേരിട്ട് ആൻസർ ചെയ്ത് തരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള മുൻവിധികൾ വെച്ചിട്ടുള്ള തെറ്റായ ഇൻഫർമേഷൻസ് മാർക്ക് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. ഇത്രയാണ് മെറിറ്റ്സ്. Now comes the demerits of mailed questionnaire method. First one, it can be adopted only if the informants are literate. ലിറ്ററസി ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തത്, ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് റെസ്പോണ്ടൻസിൻ്റെ കോപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരാൾക്ക് ഈ കത്ത് കിട്ടി അല്ലെങ്കിൽ മെയിൽ കിട്ടി, പക്ഷേ ഇതിന് റിപ്ലൈ തരുന്നില്ല എങ്കിൽ അവിടെ എഫക്റ്റീവ്നെസ് ഉണ്ടാവത്തില്ല. മൂന്നാമത്തത്, the information given by the respondents may be vague and unintelligible, and in certain cases the information obtained may not be useful. ചില കേസിൽ അവർ ഫുള്ള് ഫില്ല് ചെയ്യാതെ തരാം, അല്ലെങ്കിൽ കുറച്ച് തെറ്റിച്ച് തരാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ചിലപ്പോൾ യൂസ് ചെയ്യാനേ പറ്റാത്ത രീതിയിലൊക്കെ ആകാനുള്ള ചാൻസും കൂടുതലാണ്. ദെൻ ലാസ്റ്റ് വൺ, ദിസ് മെത്തേഡ് ഇസ് നോട്ട് ഫ്ലെക്സിബിൾ. ഇപ്പം നേരിട്ടാണ് ചെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ചോദിക്കാം. അതേസമയം ഇത് മെയിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവമോ അവരുടെ നേച്ചറോ ലിറ്ററസിയോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ഫ്ലെക്സിബിലിറ്റി ഇല്ല. പ്രിപ്പയർ ചെയ്തത് അതുപോലെ തന്നെ കൊടുത്ത് ഫില്ല് ചെയ്യേണ്ടി വരും. ഇത്രയാണ് മെയിൽഡ് ക്വസ്റ്റ്യനെയറിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യനെയർ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൗ ടു ഡ്രാഫ്റ്റ് ദ ക്വസ്റ്റ്യനെയർ. ആക്ച്വലി ക്വസ്റ്റ്യനെയർ ഡ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു കലയാണ്, ഒരു ആർട്ടാണ്. Because the success or failure of the whole project depends upon this preparation of the questionnaire. നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് അയക്കുന്ന ക്വസ്റ്റ്യനെയർ കൊള്ളത്തില്ല എങ്കിൽ ഈ പറയുന്ന സ്റ്റഡി കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. അതിൻ്റെ സക്സസ്സിന് പകരം ഫെയിലിയർ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്നതിൽ. ഓക്കെ, അപ്പോൾ കെയർഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യണം. ഡേറ്റ കളക്ട് ചെയ്യുന്നത് റിലയബിൾ ആയിരിക്കണം, റിലവൻ്റ് ആയിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം. അതിനനുസരിച്ച് വേണം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ. ഒരു എക്സ്പേർട്ടിന് മാത്രമേ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദാറ്റ് പേഴ്സൺ ഷുഡ് ഹാവ് ഷാർപ്പ് ഇൻ്റലിജൻസ്, സൗണ്ട് കോമൺ സെൻസ് ആസ് വെൽ ആസ് റിച്ച് എക്സ്പീരിയൻസ് ഇൻ പ്രിപ്പയറിങ് ഗുഡ് ക്വസ്റ്റ്യനെയർ. പ്രത്യേകിച്ച് റൂളൊന്നുമില്ല പ്രിപ്പയർ ചെയ്യുന്നതിന്. പക്ഷേ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ പ്രോജക്റ്റുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സർവേയുമായി ബന്ധപ്പെട്ട നല്ലൊരു ക്വസ്റ്റ്യനെയർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ഓൾസോ. ദ നെക്സ്റ്റ് വൺ ഇസ് ക്വസ്റ്റ്യനെയർ ഷുഡ് ലുക്ക് അട്രാക്റ്റീവ്. നമുക്ക് ക്വസ്റ്റ്യനെയർ കിട്ടുമ്പോൾ തന്നെ കുറച്ച് ഇംപ്രസീവായിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം അത് പ്രിപ്പയർ ചെയ്യാൻ. അല്ലാണ്ട് വാരി വലിച്ച് കാണുമ്പോൾ തന്നെ ഒരു വെറുപ്പ് തോന്നുന്ന രീതിയിലായിരിക്കരുത്. ക്വസ്റ്റ്യനെയർ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാനുള്ളൊരു തോന്നലുണ്ടാകണം. ഓക്കെ, പ്രിൻറ്റിങ് ക്വാളിറ്റി, പേപ്പർ ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിലാകാൻ ശ്രദ്ധിക്കുക. ആൻഡ് ദി സെവൻത് വൺ ഇസ് ക്വസ്റ്റ്യൻ റിക്വയറിങ് കാൽക്കുലേഷൻ ഷുഡ് ബി അവോയ്ഡഡ്. എന്തെങ്കിലും കാൽക്കുലേഷനൊക്കെ ആവശ്യമുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കഴിവതും കൊടുക്കരുത്. പലർക്കും അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ടൈം കൺസ്യൂമിങ് ആയിരിക്കും. സോ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. Now let us see what all are the elements required for a good questionnaire. ഒരു നല്ല ക്വസ്റ്റ്യനെയറിന് വേണ്ട എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. ഒരു ക്വസ്റ്റ്യനെയർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യത്തെ പാർട്ടിൽ എയിംസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് എൻക്വയറി ആണ് കാണിക്കേണ്ടത്. ദ സെക്കൻഡ് പാർട്ടായിരിക്കും മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ആ മെയിൻ പാർട്ടിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ക്ലിയർ, സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, അതുപോലെ തന്നെ റെസ്പോണ്ടൻസിന് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ളതായിരിക്കണം. മൂന്നാമത്തത്, ദ ക്വസ്റ്റ്യനെയർ ഷുഡ് ബി ബ്രീഫ്. ഒത്തിരി വാരി വലിച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യരുത്, നമുക്ക് വായിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് മാക്സിമം ബ്രീഫ് ചെയ്ത് ചുരുക്കി ചെറിയ രീതിയിലായിരിക്കണം ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാൻ. നാലാമത്തത്, ക്വസ്റ്റ്യൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ ഓർഡർ. ഒരു ലോജിക്കൽ ഓർഡറിൽ വേണം ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യാൻ. അതല്ലാതെ ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്തത് ആദ്യം ചോദിച്ചു പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത്, അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു പർട്ടിക്കുലർ കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് വേണം. ദെൻ അടുത്ത കാര്യമായിട്ട് റിലേറ്റ് ചെയ്തത് അടുത്ത സെറ്റായിട്ട്, ആ ഒരു രീതിയിൽ ഒരു ലോജിക്കൽ ഓർഡറിൽ വേണം ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യാം. ഫിഫ്ത്ത് വൺ ഇസ് പേഴ്സണൽ ക്വസ്റ്റ്യൻ ഷുഡ് ബി അവോയ്ഡഡ്. പലർക്കും പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും റിവീൽ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല.
അപ്പോൾ കഴിവതും അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റോ കോൺഫിഡൻഷ്യലോ ഒക്കെ ആയിട്ടുള്ള ഡേറ്റാസ് കൂടുതലും ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക, അതങ്ങ് അവോയ്ഡ് ചെയ്യുക. ദെൻ ആറാമത്തത്, ക്വസ്റ്റ്യൻ ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഒബ്ജക്റ്റീവ് ആൻസേഴ്സ്. കഴിവതും എസ് ഓർ നോ റിലേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടൊക്കെ തരാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം കൂടുതലും ഇൻക്ലൂഡ് ചെയ്യാം. ദ 9th element of a good questionnaire is it should be pre-tested with a group before mailing it out. നമ്മൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി മെയിൽ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ എപ്പോഴും അതൊന്ന് പ്രീ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഏത് ഗ്രൂപ്പിനാണോ അയക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം അതേ സ്വഭാവമുള്ള അല്ലെങ്കിൽ അതേ ലിറ്ററസി റേറ്റൊക്കെ ഉള്ള വേറൊരു ചെറിയ ഗ്രൂപ്പിന്, ഇപ്പോൾ 1000 പേർക്കാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു 10 പേരുടെ ഗ്രൂപ്പ് ആയാലും മതി. അങ്ങനത്തെ ചെറിയൊരു ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്ത് ഒരു ട്രയൽ എന്ന രീതിയിൽ അവരെ കൊണ്ടൊന്ന് ക്വസ്റ്റ്യനർ ഫില്ല് ചെയ്ത് നോക്കണം. കാര്യം ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ അത് ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുമെങ്കിൽ മാത്രമേ അത് പ്രൊസീഡ് ചെയ്യാവുള്ളൂ. അതല്ല എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നിയാൽ ആ ഡിസ്കവർ ചെയ്യുന്ന തെറ്റുകൾ തിരുത്തി റെക്ടിഫൈ ചെയ്ത് പുതിയ ക്വസ്റ്റ്യനർ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ആക്യുറസി ഉണ്ടാവത്തുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് ക്രോസ് ചെക്ക്. നമ്മൾ ക്വസ്റ്റ്യനർ ഉണ്ടാക്കുന്നത് എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സെൻഡ് ചെയ്യുക. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഇസ് മെത്തേഡ് ഓഫ് ടാബുലേഷൻ. The method to be used for tabulating your results should be determined before the final draft of questionnaire is made. Questionnaire ഫൈനൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഏത് മെത്തേഡ് യൂസ് ചെയ്താണ് ഈ കിട്ടുന്ന ഡേറ്റ ടാബുലേറ്റ് ചെയ്യേണ്ടത് എന്ന് കൂടെ മനസ്സിൽ കണക്കാക്കി വെക്കുക. എങ്കിലേ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇത്രയൊക്കെയാണ് ഒരു ക്വസ്റ്റ്യനെയറിന് വേണ്ട എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത്, ഫോർത്ത് മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡേറ്റ ഇസ് ഷെഡ്യൂൾസ്. ദാറ്റ് മീൻസ് ഷെഡ്യൂൾസ് സെൻഡ് ത്രൂ എന്യൂമറേറ്റേഴ്സ്. ആദ്യം ഷെഡ്യൂൾ എന്താണെന്ന് നോക്കാം. എ ഷെഡ്യൂൾ ഈസ് ഓൾസോ എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ദ പ്രോബ്ലം അണ്ടർ സ്റ്റഡി but are asked and filled in a face-to-face situation between enumerators and informants. ഷെഡ്യൂൾ എന്ന് പറയുന്നതും ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫേസ് ടു ഫേസ് സിറ്റുവേഷനിൽ മാത്രമായിരിക്കും ഫില്ല് ചെയ്യുന്നത് എന്യൂമറേറ്റർ. അതായത് ഈ ഷെഡ്യൂൾ കണ്ടക്ട് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്യൂമറേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയത്തില്ലേ, അതുപോലെയുള്ള ആളാണ് എന്യൂമറേറ്റർ. എന്യൂമറേറ്ററും ഇൻഫോർമൻസും തമ്മിൽ നേരിട്ടുള്ളൊരു ഫേസ് ടു ഫേസ് സിറ്റുവേഷനിലായിരിക്കും ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ദ എന്യൂമറേറ്റേഴ്സ് കോൺടാക്ട് ദ ഇൻഫോർമൻസ്, explain the aims and objectives of the inquiry, read out the questions from the schedules to the informants and record their answers on the same schedules. ഇവർ തന്നെ എന്യൂമറേറ്റേഴ്സ് തനിയായിരിക്കും ഇത് ഫില്ല് ചെയ്യുന്നത്. അല്ലാതെ ഡേറ്റ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അവരുടെ കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കത്തില്ല. പകരം അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സ്വയം ഫില്ല് ചെയ്യുന്ന മെത്തേഡാണ് ഷെഡ്യൂൾസ്. അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം. ഫസ്റ്റ് മെറിറ്റ് ഇസ് this method can be adopted in those cases where informants are illiterate. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സ്വയം ഫില്ല് ചെയ്യാൻ അറിയത്തില്ല, ലിറ്ററസി കുറവുള്ള ആൾക്കാരാണെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം. കാര്യം അവർക്ക് ഓറലി സംസാരിക്കാൻ പറ്റും, നമ്മളോട് പറഞ്ഞു തരാൻ പറ്റും ഇന്ന ഇന്ന കാര്യങ്ങളാണ്, പക്ഷെ അത് ചിലപ്പോൾ മാർക്ക് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. ദെൻ രണ്ടാമത്തെ മെറിറ്റ്, the doubts of the informants on various questions are readily clarified by the enumerators as they are personally present. നമ്മൾ നേരിട്ട് അവരുടെ മുന്നിൽ പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുത്ത് ഫില്ല് ചെയ്യിക്കാൻ സാധിക്കും. തേർഡ് വൺ, ഇറ്റ് എൻഷുവേഴ്സ് മോർ റെസ്പോൺസ് സിൻസ് ദ റെസ്പോണ്ടൻസ് ആർ പേഴ്സണലി കോൺടാക്റ്റഡ് ബൈ ദ എന്യൂമറേറ്റേഴ്സ്. നമ്മൾ നേരിട്ടൊന്ന് ചോദിച്ച് നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പലരും ഈ ഒരു മെത്തേഡോട് സഹകരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. Last one is by cross-questioning the erratic replies given by some shrewd informants can be rectified. നമ്മൾ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് കിട്ടുന്നതെന്ന് തോന്നിയാൽ ഒന്നുകൂടെ അത് ചോദിച്ച് ക്ലിയർ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ demerits. First demerit is this method is expensive
പൊതുവേ ഇത് എക്സ്പെൻസീവ് ആണ്. ബിക്കോസ് എന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്ന ട്രെയിൻഡ് പേഴ്സൺസ് ആണ്. അവരെ ഷെഡ്യൂൾസുമായിട്ട് പറഞ്ഞു വിടേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡീമെറിറ്റേഴ്സ്, ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് മെത്തേഡ്. ഇതൊരു ടൈം കൺസ്യൂമിങ് മെത്തേഡാണ്. കാരണം നമ്മൾ നേരിട്ട് ഇൻഫോർമൻസിനെ ചെന്ന് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിലായിരിക്കും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി സമയം അതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരും. മൂന്നാമത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ prejudice ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഓഫൺ ലീഡ് ടു ക്രീപ്പിംഗ് ഇൻ ഓഫ് ഇനാക്യുറേറ്റ് ഡേറ്റ. പേഴ്സണൽ prejudice വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഡേറ്റയുടെ ആക്യുറസി കുറയും. ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കില്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഒരു മുൻവിധി വെച്ചിട്ട് മാറ്റി ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. Then the success of this method depends upon the training imparted to the enumerators. എന്യൂമറേറ്റേഴ്സ് ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് നല്ല ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മെത്തേഡ് ഫ്ലോപ്പ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവേ 2 മാർക്സിനൊക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്വസ്റ്റ്യനെയർസ് ആൻഡ് ഷെഡ്യൂൾസ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും രണ്ടും ഏതാണ്ട് ഒരുപോലെ തോന്നും. എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് കൂടുതലും പോസ്റ്റ് വഴിയാണ് സെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഷെഡ്യൂൾസോ നമ്മൾ നേരിട്ട് ചെന്നാണ് ഇൻഫോർമൻസിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുന്നത്. രണ്ടും ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഷെഡ്യൂളിൽ എന്യൂമറേറ്റർ നേരിട്ട് ചെന്നായിരിക്കും ഡേറ്റ കളക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ വ്യത്യാസം, ക്വസ്റ്റ്യനെയറിൽ റെസ്പോണ്ടൻസ് സ്വയമാണ് ആൻസർ ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ഷെഡ്യൂൾസിലോ എന്യൂമറേറ്റേഴ്സാണ് ഡേറ്റ ഫില്ല് ചെയ്യുന്നത്. മൂന്നാമത്തേത്, ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നത് ലിറ്ററേറ്റ് ആൾക്കാർക്കാണ്. ഷെഡ്യൂൾസ് കൊടുക്കുന്നത് ലിറ്ററസി കുറഞ്ഞ ആൾക്കാർക്കാണ്, ലിറ്ററേറ്റ് അല്ലാത്ത ആൾക്കാർക്കാണ്. ദെൻ അടുത്തത്, ക്വസ്റ്റ്യനെയറിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ഇറ്റ്സ് ക്വാളിറ്റി. അതേസമയം ഷെഡ്യൂളിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദി ഹോണസ്റ്റി ആൻഡ് കോമ്പീറ്റൻസ് ഓഫ് ദ എന്യൂമറേറ്റർ. അതാണ് അവിടുത്തെ ഡിഫറൻസ്. ദെൻ അഞ്ചാമത്തെ വ്യത്യാസം, ദ ചാൻസ് ഫോർ ഗെറ്റിംഗ് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇസ് മോർ. ക്വസ്റ്റ്യനെയർ അവർ തനിയെ ഫില്ല് ചെയ്യുന്നതുകൊണ്ട്, റെസ്പോൺസ് തനിയെ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് ഒരു പക്ഷേ ഇൻകംപ്ലീറ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് എന്യൂമറേറ്റർ ഫില്ല് ചെയ്യുന്നത് കൊണ്ട് കഴിവതും കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റ കിട്ടും. ഇൻകംപ്ലീറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ്, ദിസ് മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ ഈസ് എ സ്ലോ പ്രോസസ്സ്. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഇത്തിരി സ്ലോ പ്രോസസ്സാണ്. അതേസമയം ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പെട്ടെന്ന് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യനെയർ പോസ്റ്റ് വഴിയല്ലേ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർ ഫില്ല് ചെയ്ത് തിരിച്ച് പോസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഷെഡ്യൂൾസ് നേരിട്ട് ചെന്ന് ഫില്ല് ചെയ്ത് മേടിക്കുന്നതുകൊണ്ട് ക്വസ്റ്റ്യനെയറിൻ്റെ അത്രയും സമയം വേണ്ടി വരത്തില്ല. കുറച്ചുകൂടെ ക്വിക്കായിട്ട് നമുക്ക് ഡേറ്റ കിട്ടും. ഇത്രയുമാണ് ക്വസ്റ്റ്യനെയറും ഷെഡ്യൂൾസും തമ്മിലുള്ള വ്യത്യാസം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ക്ലിയർലി നൗ. ദെൻ അഞ്ചാമത്തെ മെത്തേഡ്, ഫിഫ്ത്ത് മെത്തേഡ് ഓഫ് primary data collection is through local correspondence. ഓരോ ലൊക്കേഷനിലും ഓരോ ലോക്കൽ ഏജൻസിനെ അല്ലെങ്കിൽ ലോക്കൽ കറസ്പോണ്ടൻസിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ആ ഏരിയയിലെ ഇൻഫർമേഷൻസ് അവർ വഴി കളക്ട് ചെയ്ത് സെൻട്രൽ ഓഫീസിൽ കൊണ്ടുവന്ന് ഡേറ്റ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ത്രൂ ലോക്കൽ കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പം ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഒക്കെ കേസിൽ അങ്ങനെയായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ ഓരോ ഇപ്പോൾ ആലപ്പുഴ എന്ന് പറയുന്ന ഒരു ജില്ല എടുക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ തന്നെ കുറേ ഏരിയാസ് ഉണ്ട്. അരൂർ, ചേർത്തല, കഞ്ഞിക്കുഴി, കലവൂർ, പാതിരപ്പള്ളി, തുമ്പോളി, അങ്ങനെ കുറേ ചെറിയ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഏരിയാസിലും ആലപ്പുഴയിലെ മെയിൻ ബ്രാഞ്ച് മനോരമയുടെ ഓഫീസാണ് നോക്കുന്നതെങ്കിൽ മനോരമയുടെ മെയിൻ ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് കുറച്ച് കറസ്പോണ്ടൻസിനെ അപ്പോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അരൂർ എന്തെങ്കിലും ഉണ്ടായാൽ അവിടുത്തെ കറസ്പോണ്ടൻസ് മനോരമയെ വിളിച്ചറിയിക്കും. കലവൂർ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അവിടുത്തെ കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ഏജൻസ് അവിടുത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടുത്തെ ആ ഒരു പ്ലേസുമായിട്ട് റിലേറ്റ് നടക്കുന്ന കാര്യങ്ങൾ ഓഫീസിൽ വിളിച്ചറിയിക്കും. ഈ രീതിയിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് ത്രൂ ലോക്കൽ കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നെക്സ്റ്റ് ഹെഡിങ് ഇസ് കളക്ഷൻ ഓഫ് സെക്കൻഡറി ഡേറ്റ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പ്രൈമറി ഡേറ്റ കളക്ഷനെ പറ്റിയിട്ടാണ്. അടുത്തത് എങ്ങനെയാണ് സെക്കൻഡറി ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡറി ഡേറ്റ കളക്ട് ചെയ്യുന്നത് മെയിനായിട്ട് 2 മെത്തേഡ്സ് അല്ലെങ്കിൽ 2 സോഴ്സസ് വഴിയാണ്. വിച്ച് ആർ പബ്ലിഷ്ഡ് സോഴ്സസ് ആസ് വെൽ ആസ് അൺപബ്ലിഷ്ഡ് സോഴ്സസ്.
ആദ്യത്തെ മെത്തേഡാണ് പബ്ലിഷ്ഡ് സോഴ്സ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. പബ്ലിഷ്ഡ് സോഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ഇറ്റ് മേ ബി ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് ഓഫ് ദ സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റ്സ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെയോ ഒക്കെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് ആവാം. അതുപോലെ അടുത്തൊരു സോഴ്സ് എന്ന് പറയുന്നത് ഫോറിൻ ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബോഡീസിൻ്റെ ഒക്കെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് ആവാം. അതല്ലെങ്കിൽ ട്രേഡ് അസോസിയേഷൻസോ ചേംബർ ഓഫ് കൊമേഴ്സ്, ബാങ്കേഴ്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ട്രേഡ് യൂണിയൻസ് അതുപോലെയുള്ള യൂണിയൻസിൻ്റെ അല്ലെങ്കിൽ അസോസിയേഷൻസിൻ്റെ റിപ്പോർട്ട്സ് അഥവാ പബ്ലിക്കേഷൻസ് ആവാം. ദെൻ അതും അല്ലെങ്കിൽ ടെക്നിക്കൽ ട്രേഡ് ജേർണൽസ് ആവാം. എന്തെങ്കിലും എക്കണോമിക്സിലോ അല്ലെങ്കിൽ ജേർണൽ ബുക്സിലോ ഒക്കെ വരുന്ന ടെക്നിക്കൽ ട്രേഡ് ജേർണൽസും പബ്ലിഷ്ഡ് സോഴ്സസ് ആണ്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ റിസർച്ച് സ്കോളേഴ്സിൻ്റെ റിപ്പോർട്ട്സ് ഇതൊക്കെ നമ്മൾ പബ്ലിഷ്ഡ് സോഴ്സസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ പബ്ലിഷ്ഡ് സോഴ്സ് വഴി നമുക്ക് എന്ത് കിട്ടുന്നു? സെക്കൻഡറി ഡേറ്റ കിട്ടുന്നു. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകങ്ങൾ നോക്കി അല്ലെങ്കിൽ ഈ ജേർണൽസൊക്കെ ആക്സസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഡേറ്റയാണ് സെക്കൻഡറി ഡേറ്റ. രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് അൺപബ്ലിഷ്ഡ് സോഴ്സസ്. പബ്ലിഷ് ചെയ്യപ്പെടാത്ത സോഴ്സിൽ നിന്നും നമുക്ക് സെക്കൻഡറി ഡേറ്റ കിട്ടും. For example, the sources of unpublished data are varied and such materials may be found with scholars and research workers, അല്ലെങ്കിൽ ട്രേഡ് അസോസിയേഷൻസ്, ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് എക്സെട്ര. ഇവർ ചെയ്യുന്നത് ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവത്തില്ല, പക്ഷേ ഇവർ ഓൾറെഡി കളക്ട് ചെയ്ത ഡേറ്റ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ പബ്ലിഷ് ചെയ്യാതെ എന്നാൽ ഡയറക്റ്റ് അവരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡേറ്റാസാണ് അൺപബ്ലിഷ്ഡ് സോഴ്സ് എന്ന് പറയുന്നത്. Many inquiries of a private nature are conducted by such persons and bodies and their findings are not published since they are usually meant for private use. പ്രൈവറ്റ് യൂസിനായിരിക്കും കൂടുതലും ഡേറ്റ കളക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവർ പബ്ലിഷ് ചെയ്യില്ല. പക്ഷെ അവരുടെ കയ്യിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് ആ ഡേറ്റ കളക്ട് ചെയ്യാം. അതും ഒരു സെക്കൻഡറി ഡേറ്റ സോഴ്സ് ആണ്. ഇനി what all are the precautions to be taken while using secondary data? സെക്കൻഡറി ഡേറ്റ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം? കണ്ണുടച്ച് വിശ്വസിച്ച് നമുക്ക് സെക്കൻഡറി ഡേറ്റ എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ കുറച്ച് ഇൻഅക്യുറസി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തേണ്ട പല കാര്യങ്ങളും ഉണ്ടാവാം. നമുക്ക് നോക്കാം. ദ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് ടേക്ക് സം പ്രിക്കോഷൻസ് ആസ് ടു ഇറ്റ്സ് റിലയബിലിറ്റി, സ്യൂട്ടബിലിറ്റി ആൻഡ് അഡിക്വസി. നമ്മൾക്ക് ആ ഒരു സംഭവത്തിലെ വിശ്വസ്തത കൂട്ടാൻ വേണ്ടി, സ്യൂട്ടബിലിറ്റി കൂട്ടാൻ വേണ്ടി ഒക്കെ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ ഇസ് ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റി. ഈ കിട്ടിയ ഡേറ്റയുടെ വിശ്വസ്തത ചെക്ക് ചെയ്യുക, റിലയബിലിറ്റി നോക്കുക. ആരിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്തത്, ഏത് മെത്തേഡ് യൂസ് ചെയ്താണ് ഡേറ്റ കളക്ട് ചെയ്തത്, അതിന് വേണ്ടി വന്ന സമയം, എന്ത് പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്തു, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് ചെക്ക് ചെയ്ത് നമ്മുടെ പ്രോജക്റ്റുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നൊന്ന് നോക്കുക. അതാണ് ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഇസ് ടെസ്റ്റ് ഓഫ് സ്യൂട്ടബിലിറ്റി. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന സ്റ്റഡിയുമായിട്ട് ഈ യൂസ് ചെയ്യുന്ന മെത്തേഡിന് സ്യൂട്ടബിൾ ആണോ, എന്തെങ്കിലും സ്യൂട്ടബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്ത് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുമെങ്കിൽ മാത്രമേ ആ സെക്കൻഡറി ഡേറ്റ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ടെസ്റ്റ് ഓഫ് അഡിക്വസി. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സെക്കൻഡറി ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റുമായിട്ട് നമ്മുടെ സ്റ്റഡിയുമായിട്ട് അഡിക്വേറ്റ് ആണോ, പര്യാപ്തമാണോ അല്ലെങ്കിൽ യൂസ്ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. യൂസ്ഫുൾ ആണ് എന്ന് തോന്നുമെങ്കിൽ മാത്രമേ ആ ഡേറ്റ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ വേറെ ഡേറ്റ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് ടെസ്റ്റ് ഓഫ് അഡിക്വസി. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഇസ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ വരാറുള്ളതാണ്, ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്താണ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ 3 കാര്യങ്ങൾ നോക്കാനുണ്ട്. First of all, let us look what is meant by statistical units. It is the unit of observation or measurement for which data are collected or derived. സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഓഫ് ഒബ്സർവേഷൻ ആണ്, അല്ലെങ്കിൽ മെഷർമെൻറ്റിൻ്റെ ഒരു യൂണിറ്റ് ആണ്. ഈ യൂണിറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡേറ്റ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, വേറൊരു ഡെഫിനിഷൻ നോക്കാം.
A statistical unit is one in terms of which the investigator counts or measures the variables or attributes selected for enumeration, analysis, and interpretation. The basic element for compiling and tabulating statistical data. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടാബ്ലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബേസിക് എലമെൻ്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുടെ ബേസിക് എലമെൻ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റിന് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, നോക്കാം. ഒന്നാമത്തേത്, ഇറ്റ് ഷുഡ് ബി അൺആംബിഗ്വസ് ആൻഡ് സ്പെസിഫിക്. അൺആംബിഗ്വസ് എന്ന് വെച്ചാൽ വ്യക്തമായിരിക്കണം, വ്യക്തത ഇല്ലാത്തതൊന്നും ആയിരിക്കരുത്, വ്യക്തമായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. ഓക്കെ. ദെൻ രണ്ടാമത്തേത്, ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ. ടൈം ടു ടൈം അല്ലെങ്കിൽ പ്ലേസ് ടു പ്ലേസ് മാറുന്നതിനനുസരിച്ച് ഈ പറയുന്നതിൻ്റെ വാല്യൂ ഒരിക്കലും മാറാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി എ സ്റ്റേബിൾ വാല്യൂ. ദെൻ തേർഡ് വൺ ഇസ് ഇറ്റ് ഷുഡ് ബി ഹോമോജീനിയസ്. ഏകദേശം ഹോമോജീനിയസ് ആയിട്ടുള്ള ഡേറ്റയെ മാത്രമേ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഹെട്രോജീനിയസ് ആയിട്ടുള്ളവയെ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സിനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. യൂണിറ്റ് ഓഫ് കളക്ഷൻ എന്നും യൂണിറ്റ്സ് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്നും. ഇതിൽ യൂണിറ്റ്സ് ഓഫ് കളക്ഷൻ ക്യാൻ ഫർദർ ബി ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ്: സിമ്പിൾ യൂണിറ്റ്സ് ആൻഡ് കോമ്പോസിറ്റ് യൂണിറ്റ്സ്. സിമ്പിൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഹാവിങ് ഓൺലി സിംഗിൾ കണ്ടീഷൻ വിതൗട്ട് എനി ക്വാളിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ പൗണ്ട്, ഹവർ, മീറ്റർ, ബെയിൽ, ടൺ എക്സെട്ര. അങ്ങനെ സിംഗിൾ ആയിട്ടുള്ള സിംഗിൾ കണ്ടീഷൻസേ ഉണ്ടാവത്തുള്ളൂ, സിംഗിൾ യൂണിറ്റേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ കോമ്പോസിറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ വിച്ച് ഇസ് ഫോംഡ് ബൈ ആഡിങ് എ ക്വാളിഫയിങ് വേർഡ് ഓർ ഫ്രേസ് ടു എ സിമ്പിൾ യൂണിറ്റ്. അതായത് ഒരു ക്വാളിഫയിങ് വേർഡ് ഉണ്ടാവും പ്ലസ് ഒരു സിമ്പിൾ യൂണിറ്റ് ഉണ്ടാവും. ഇപ്പം നേരത്തെ നമ്മൾ ഹവർ എന്ന് പറഞ്ഞത് സിമ്പിൾ യൂണിറ്റ് ആണ്, ലേബർ എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് വേർഡാണ്. അപ്പം ലേബർ ഹവർ എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് വേർഡ് പ്ലസ് സിമ്പിൾ യൂണിറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് യൂണിറ്റ്. സിമ്പിൾ യൂണിറ്റ് ആണ് ഹവർ, പക്ഷേ കോമ്പോസിറ്റ് യൂണിറ്റ് ആണ് ലേബർ ഹവേഴ്സ്. വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ദെൻ രണ്ടാമത്തെ ടൈപ്പ് പറഞ്ഞത് യൂണിറ്റ്സ് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് റേഷ്യോ, പെർസെൻറ്റേജ് ആൻഡ് ഓൾ. ദാറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ്. ഓക്കെ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ ആണ്. That we can discuss in our next class. Okay, that's all for today's class. Please note down the important points to your notebook and submit it in the WhatsApp group. Thank you all.